ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് നാടൻ ചെടികളെ പറ്റിയാണ്. നാടൻ ചെടികളെല്ലാം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ജാൻസി മാഡമാണ്. അതിനോടൊപ്പം തന്നെ ടോപ്പിയറി ആർട്ട് ഗാർഡനിൻ്റെ വിശേഷങ്ങളും കാണാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ തോട്ടത്തിൽ ചെടിച്ചട്ടികളിൽ നട്ടിരിക്കുന്ന നാടൻ ചെടികളെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ തോട്ടത്തിൽ നിന്നും ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചെടികൾ, അതായത് ചെത്തി, ചെമ്പകം, ലാങ്കി, പവിഴമുല്ല, അതുപോലെ ഗന്ധരാജൻ, ഈ വക ചെടികളെല്ലാം ഇപ്പോൾ ആളുകൾ ചെടിത്തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. കാരണം ഒത്തിരി സ്ഥലം ഇതിന് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ചെടിച്ചട്ടികളിൽ തന്നെ നമുക്ക് ഈ നാടൻ ചെടികൾ ഒത്തിരി പൂക്കൾ തരുന്നുണ്ട്. അധികം പൊക്കം പോകാതെ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടായി കിട്ടുന്ന ഇപ്പോൾ ഇതിൻ്റെ വെറൈറ്റികൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണ്ണുത്തി പോലുള്ള വലിയ നഴ്സറികളിൽ ചെന്നാൽ നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല നഴ്സറികളിൽ ചെന്നാൽ നമുക്ക് ഇതിൻ്റെ മിനിയേച്ചർ ചെടികൾ കിട്ടും. ഒത്തിരി പൂക്കളും തരുന്നവയാണ്. പൂവുണ്ടായി ഒന്നിച്ചൊരു പൂവുണ്ടായി അതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും അതിൽ നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടികളാണ് ഇവയൊക്കെ. അപ്പോൾ ഈ പണ്ടത്തെ ആ കാലത്തെ നമ്മുടെ നാടൻ ചെടികളൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മക്കളൊക്കെ കാണാത്ത കുറേ ചെടികളുണ്ട്, പണ്ടത്തെ നമ്മുടെ നാടൻ ചെടികൾ. അപ്പോൾ എൻ്റെ തോട്ടത്തിലുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന മഞ്ഞ ചെത്തിയാട്ടോ. ഇത് ചട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ നാടൻ ചെടികൾ കുറച്ച് വലിപ്പം പോകുമെന്നറിയാലോ, കുറച്ചെങ്കിലും പോകും. അപ്പം നമ്മൾ എപ്പോഴും ചെടിച്ചട്ടി ഇതുപോലത്തെ വലിപ്പമുള്ളത് തിരഞ്ഞെടുക്കണേ. കുറച്ച് വലുതെടുത്തോളൂ. സിമെൻറ്റ് ചട്ടി വളരെ വലിപ്പത്തിലുള്ള കിട്ടുന്നുണ്ട്, മണ്ണ് ചട്ടി ഇപ്പോൾ ഇതുപോലത്തെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള നാടൻ ചെടികൾ നടാനായിട്ട് കുറച്ച് വലിപ്പമുള്ള ചട്ടികൾ എടുത്താലും നന്നായിരിക്കും. ഇതുണ്ടോ, ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് പൂവുണ്ടായി തരും. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു കൊല്ലത്തിലേറെയായി. ഓരോ പ്രാവശ്യം ഇതുപോലെ പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് വരുന്ന മുകുളങ്ങളിൽ ഇതിനകത്ത് ഒത്തിരി മുട്ടുകൾ വരും. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് മുട്ടുണ്ടായി വരുമ്പോൾ തന്നെ ഇതിന് എന്തോ ഒരു പ്രാണിയോ എന്തോ ഒരു പുഴുക്കൾ പോലെ വന്ന് അവയുടെ ആ കിളന്ത് മുട്ടുകളൊക്കെ തിന്നു പോകും, കൂമ്പുകളൊക്കെ തിന്നു പോകും. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഈ ഫെർട്ടിലൈസറൊക്കെ വാങ്ങുന്ന കടകളിൽ നിന്ന് ഇവയ്ക്ക് അടിക്കുന്ന ചെറിയ കീടനാശിനി ഉണ്ട് കേട്ടോ. അതൊന്ന് ലൈറ്റായിട്ട് വെള്ളത്തിൽ ചേർത്ത് ലൈറ്റായിട്ട് ഇവയ്ക്ക് അടിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് നമുക്ക് ഗ്രീൻ കെയറും കൂടി അടിച്ചു കൊടുക്കാം അതിൻ്റെ ചേർത്ത്. എന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് ഗുണം കിട്ടും. ഒന്ന് പൂവിടാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടും, അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ പ്രാണിശല്യങ്ങൾ ഒഴിവായി കിട്ടും. ഇതാണ് ഒന്ന്. ഇത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചുവന്ന ചെത്തിയാണ്, അശോക ചെത്തി എന്നൊക്കെ പറയാം. അശോക ചെത്തി തന്നെ 3-4 ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ അടുത്തോളം ഇതുപോലെ തന്നെ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെത്തിയാണ്. ഇത് പൂവിട്ട് കഴിഞ്ഞു. അടുത്ത പൂവുണ്ടാവാനായിട്ട് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിലും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാണിശല്യം വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇതേപോലെയുള്ള ഈ കൂമ്പ്, ഈ മുട്ടിൻ്റെ കൂമ്പാണ് അവ തിന്നുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പൂവിടാൻ തുടങ്ങുമ്പോൾ, മുട്ടിടാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു വലകെട്ടി പോലെയുള്ള, വെട്ടുകാലി പോലെയുള്ള ചെറിയ ചെറിയ പ്രാണികളും ഇവ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് തെളിച്ചു കൊടുത്തില്ലെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി പ്രാണിശല്യം ഈ മുട്ടുകളുണ്ടാവുമ്പോൾ ഈ ചെടിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ നമുക്ക് ചട്ടിയിൽ തന്നെ മനോഹരമായിട്ട് പൂവുണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണ്. അശോക ചെത്തിയിലെ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഞാനൊരു പിങ്ക് കളറും വൈറ്റും കൂടി ഒരുമിച്ച് ഒരു ചട്ടിയിൽ നട്ടു എന്നുള്ളൂ കേട്ടോ. ഇതും നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ധാരാളം പൂക്കൾ തരും. നമ്മൾ ഇവ പ്രൂൺ ചെയ്ത്, അതായത് ഈ പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം. പുതിയ മുകുളങ്ങൾ വന്നാൽ മാത്രമേ ഈ ചെടികളിലൊക്കെ, ഇത്തരം ചെടികളിലൊക്കെ ബുഷിയായിട്ട് പൂക്കളുണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് പിന്നെയും പൊക്കത്തിൽ പോകും. ചട്ടിയിൽ നിന്ന് നമ്മൾ കുറേ പൊക്കത്തിലിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ആ പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കത്രിക ഉപയോഗിച്ച് അത്രയും പൂവുണ്ടായ ആ ഒരു ഭാഗം വെട്ടിക്കളയണം. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന പുതിയ മുകുളങ്ങളിൽ നമ്മൾ പ്രാണികളോ പുഴുക്കളോ വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ അത്യാവശ്യം ഇവർക്ക് വളം കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കാം, പക്ഷേ എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടുന്ന രീതിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പണ്ട് നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഗന്ധരാജനാണ്. ഇപ്പോൾ ഗന്ധരാജൻ ഞാൻ വീടുകളിലൊന്നും കാണുന്നേ ഇല്ല. ഞാൻ കുറേ അന്വേഷിച്ചിട്ട് നമുക്ക് നാടൻ ഗന്ധരാജൻ കിട്ടാതായപ്പോൾ ഞാൻ ഇതുപോലെ മണ്ണുത്തിയിൽ നിന്നും വാങ്ങി ഇതുപോലെ ചട്ടിയിൽ നട്ട്. ഇത് ഒരു 3 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ ചട്ടിയിലിരിക്കുന്നു. അത് ഒത്തിരി പൂ തന്നു. ഇപ്പം ഞാൻ പ്രൂൺ ചെയ്തിട്ട് അതിൻ്റെ മുട്ടുകൾ വരുന്നേ ഉള്ളൂ. മുട്ടുകൾ ആകാനായിട്ടുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്.
ഇതിലും നമ്മൾ പൂവുണ്ടാവാനായിട്ട് ഞാൻ ഗ്രീൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒത്തിരി പൂ തന്നിരുന്ന ചെടിയാണ്, ഇപ്പോൾ പൂവില്ലാന്നേ ഉള്ളൂ. ഇതും നമുക്ക് നഴ്സറികളിൽ നിന്ന് മിനിയേച്ചർ ഗന്ധരാജൻ കിട്ടും. അതും ചട്ടികളിൽ വെച്ചാൽ അധികം സ്ഥലമൊന്നും നമുക്ക് പോകില്ല കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ വളരെ പൊക്കത്തിലൊക്കെ പോയി ഉണ്ടാകുന്ന സാധാരണ ചെമ്പരത്തി അന്വേഷിച്ച് നടന്ന് ശരിക്കും നാടൻ ചെമ്പരത്തി അല്ലേ, കുറച്ചും കൂടി ഹൈബ്രിഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി വലിപ്പമുണ്ട് പൂവിന്. എങ്കിൽ ആ ഇലയൊക്കെ കണ്ടോ, അതേ ടൈപ്പ് തന്നെ ഇലയിൽ എനിക്ക് കിട്ടിയിട്ടോ. അത് മണ്ണുത്തി പോയിട്ട് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 4 കളറ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തനി നാടൻ അല്ലെങ്കിലും നമ്മുടെ അധികം ഹൈബ്രിഡ് അല്ലാന്ന് തോന്നുന്നു എൻ്റെ ഇലയും ഇതൊക്കെ കണ്ടിട്ട്. അപ്പം ഞാനതും ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, വലിയ പൊക്കം പോയി ഉണ്ടാവാൻ സ്ഥലം ഒത്തിരി വേണ്ടതുകൊണ്ട് ഇതുപോലെയുള്ള നാടൻ ചെടികൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അത് വീട്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ. നമ്മുടെ പണ്ട് കാലത്ത് കട്ട കുത്തി ഉണ്ടാവുന്ന ഡാർക്ക് മെറൂൺ, എന്താ പറയുക, ഇച്ചിരി മെറൂണിനേലും കുറച്ച് ഡാർക്കായിട്ടുള്ള കട്ട കുത്തിയിട്ടുള്ള ഒരു ചെടി പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും നല്ല പൊക്കത്തിൽ പോയി നമ്മൾ വേലിയിലും അല്ലെങ്കിൽ സൈഡിലും അതിൻ്റെ സൈഡിലൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയും ഒരു വെറൈറ്റി ആണെന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. മുട്ട് വിരിഞ്ഞിട്ടില്ല, അപ്പോൾ വെച്ചിട്ടുള്ളൂ. വെച്ചിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടോ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഞാൻ അധികം പൂവ് വിരിയുന്നത് നോക്കിയല്ല എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൂവ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോകും. മുട്ടായി വരുന്ന ആ സമയത്ത് എടുത്തു. ഇപ്പോൾ കളർ ഏതായാലും നമ്മുടെ വീട്ടിലില്ലാത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു മഞ്ഞയും കൂടി എടുത്തു. പൂ വിരിയുന്നേ ഉള്ളൂ. ഇത് ജാസ്മിൻ വർഗ്ഗത്തിൽപ്പെട്ട മുല്ലയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് കുറ്റിയായിട്ട് ഉണ്ടായും അതുപോലെ വലുപ്പത്തിലും പോകുന്ന ചെടിയാണ്. വലുപ്പത്തിൽ പോകുന്ന ചെടി കുറേ പൊക്കത്തിലൊക്കെ പോയി ഷേപ്പായിട്ട് വെട്ടി നിർത്തുക. അതിനകത്ത് ഒരു നല്ല മണമുള്ള പൂവ്, വെളുത്ത ഒരു പൂവ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് ആ പൂവിൻ്റെ മണവും ആ പൂവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ചെടി മേടിച്ചത്. ഇതിൽ മുട്ടായി വരുന്നേ ഉള്ളൂ. ഇപ്പം നട്ടിട്ട് അധികം ആയിട്ടില്ല. ഇതും ചട്ടിയിൽ വളർത്താം, അപ്പോൾ അധികം പൊക്കം പോകില്ല. മറ്റൊക്കെ നമുക്ക് കുറേ പൊക്കത്തിൽ പോകുമ്പോൾ നമുക്കൊരു വിഷമമല്ല, സ്ഥലമില്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ചെടികളും നമുക്ക് ചട്ടിയിൽ വളർത്താം കേട്ടോ. ഇത് നമ്മുടെ ചട്ടിയിൽ വളർത്താവുന്ന ചെമ്പകം കേട്ടോ. ഇത് ചെമ്പകം ഉണ്ടാകുന്ന സീസണിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒത്തിരി പൂക്കൾ തന്നതാണ്. ഇപ്പോൾ പൂക്കൾ ഉണ്ടാവാത്ത ഒരു സമയമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് പൂവില്ലാത്തത് കേട്ടോ. പൂവുള്ളത് ഞാൻ എടുത്ത് വീഡിയോ ഇതിനകത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതും ഇതുപോലെ ചട്ടികളിൽ നമുക്ക് വളർത്താം. നേഴ്സറികളിൽ ഇതിൻ്റെ ഒത്തിരി തൈകൾ ചട്ടിയിൽ വളർത്താൻ പറ്റിയത് അധികം പൊക്കം പോകാതെയുള്ള ചെടികൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിന് കുറച്ച് വലിപ്പമുള്ള ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതുപോലെ വലിപ്പമുള്ള ചട്ടികളിൽ നടാനായിട്ട് നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും മാറ്റി വയ്ക്കേണ്ടി വരില്ല, ഒത്തിരി വളമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ലാങ്കി നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിൽ പണ്ട് മതിലിൻ്റെ സൈഡിലും വേലിക്കൊക്കെയാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതും നമുക്ക് ചട്ടിയിൽ നല്ല സൂപ്പറായിട്ട് വളർത്താം. നന്നായിട്ട് ഇതുപോലെ പൂവുണ്ടായി കിട്ടും. നമ്മുടെ ലാങ്കിയുടെ തന്നെ അതേ മണമുണ്ട് കേട്ടോ. ഇതും നേഴ്സറികളിൽ അവൈലബിൾ ആണ്. മണ്ണുത്തിയിലുള്ള പല പ്രമുഖ നേഴ്സറികളിലും ഇതിൻ്റെ തൈ കിട്ടും. എന്നാൽ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് താഴെ നടണമെങ്കിൽ നടാം, അല്ലെങ്കിൽ ഇതുപോലെ വലിയ ചട്ടികളിൽ നട്ടാൽ നല്ല രീതിയിൽ പൂവുണ്ടായി നിന്നോളൂ കേട്ടോ. അധികം പൊക്കം പോകില്ല, അധികം സ്ഥലവും നമുക്ക് പോകില്ല. എന്നാൽ നമുക്ക് നാടൻ ചെടികളുടെ, നമ്മുടെ പണ്ടത്തെ ചെടികളുടെ നൊസ്റ്റാൾജിയ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഇത് നമ്മുടെ നാടൻ യുഫോബിയാണ്. യുഫോബിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് ഒരു ചെറിയ കമ്പ് കിട്ടിയതാണ്. ഞാൻ ഇതുപോലെ ചട്ടിയിൽ നട്ട് ഇപ്പോൾ എത്ര ചട്ടികളാണെന്നറിയില്ല, അതുപോലെ ഒത്തിരി പൂവായിട്ട്, അതായത് വർഷക്കാലത്തും വേനൽക്കാലത്തും ചട്ടികൾ നിറഞ്ഞതുപോലെ പൂവുണ്ടായി നിൽക്കൂട്ടോ യുഫോബിയ. ഞാൻ യുഫോബിയൊക്കെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകൾ ഒഴിവാക്കിയപ്പോൾ ഞാനത് ഒഴിവാക്കിയില്ല. കാരണം എനിക്കറിയാം ഇത് പൂക്കളാണ്, നമുക്ക് മനസ്സിന് നമുക്ക് സന്തോഷമൊക്കെ തരുന്ന ഇത്രയും കളർഫുള്ളായ ഈ ചെടികളൊക്കെ നമ്മൾ കളയുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇത് നോക്കൂ, ഇപ്പോൾ ഇതുമ്പോൾ പൂവുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലുള്ള ഇതൊക്കെ ഒത്തിരി ചട്ടികളിൽ യുഫോബിയ ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ കളയാതെ കിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഇതുപോലെ ചട്ടികളിൽ നട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നൊരു പുതിയ അതിഥിയെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. മൾട്ടി കളർ ബോഗൺവില്ലയാണ്. ഇത് വളരെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു, ഒരു ചെടിയിൽ ഒരു കമ്പിൽ 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കളറുള്ള ബോഗൺവില്ല ഒന്ന് സ്വന്തമാക്കണം എന്നുള്ളത്. സാധാരണ ബോഗൺവില്ല സിംഗിളായിട്ടുള്ളത്
എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അതിൻ്റെ പരിചരണമൊക്കെ നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ ഒരു കമ്പിൽ തന്നെ അല്ല ഒരു ചെടിയിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വിജയിച്ചില്ല. ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഇതുപോലെ ലെയർ പിടിപ്പിക്കാൻ നോക്കി, പക്ഷെ അത് വിജയിച്ചില്ല. അതിനിരിക്കുമ്പോഴാണ് മുരിങ്ങൂർ, അതായത് ചാലക്കുടിയിൽ മുരിങ്ങൂർ ഒരു നഴ്സറിയിൽ ഇത് കണ്ടതും അവിടെ ചെന്ന് നേരിട്ട് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. കാരണം നമ്മൾ കാണാത്ത അത്രയും വെറൈറ്റി ചെടികൾ, പലതരത്തിലുള്ള ചെടികൾ, റെയറായിട്ട് നമ്മൾ കാണുന്ന ചെടികൾ അവിടെ കണ്ടതിൽ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ആ നഴ്സറിയെ പറ്റിയാണ് ഞാൻ സാലു നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെടികൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ, ഇതിലും നല്ല വെറൈറ്റികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ നഴ്സറി ഒന്ന് പോയി നിങ്ങൾ കാണുന്നതും അവിടുത്തെ വെറൈറ്റികൾ കണ്ട് നിങ്ങൾ സ്വന്തമാക്കുന്നതും നല്ലതായിരിക്കും. ചെടികൾ സ്നേഹിക്കുന്നവർക്ക് അതൊരു പുതിയ അനുഭവം കൂടിയായിരിക്കും. അപ്പോൾ ഈ ഒരു സന്തോഷം കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ അവരുടെ ഫോൺ നമ്പർ ഇതിനകത്ത് നൽകും. ആ നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുകൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാണ്. മൾട്ടി കളർ ബോഗൺവില്ലയാണ്. ഏടാറ്റുകാരൻ ടോപ്പിയറി ആർട്ട് ഗാർഡനിൽ നിന്നാണ് ജാൻസി മാഡം ബൊഹേമില്ല വാങ്ങിച്ചത്. ടോപ്പിയറി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ചെടികൾ വെട്ടിയുരുക്കി ഓരോ ഷേപ്പിൽ ഓരോ ശില്പങ്ങളാക്കുന്ന ഒരു വിദ്യയാണ്. അത് കോൺ ഷേപ്പിലും അതുപോലെ റൗണ്ട് ഷേപ്പിലും അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ഒക്കെ ഷേപ്പിലും നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. മാൽപീജിയ പോലുള്ള ചെടികൾ വെച്ചിട്ടാണ് ഇതുപോലെ കോൺ ഷേപ്പിൽ ചെടികൾ വെട്ടി ഒരുക്കുന്നത്. ഇത് ക്രിസ്മസിന് വൻ ഡിമാൻഡാണ്. കാരണം ലൈവായിട്ടുള്ള ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനാണ് എപ്പോഴും ആളുകൾ നോക്കുന്നത്. പല കളേഴ്സിലുള്ള ബൊഗെയിൻ വില്ലാസ് ഇവിടെയുണ്ട്. ജാൻസി മാഡം ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള പോട്ട്സ് ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. 7 അടി 4 അടി അങ്ങനെ ഉള്ള പല സൈസിലുള്ള ട്രീസാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം വർഷങ്ങളെടുത്താണ് ഇതുപോലെ ഒരു കോൺ ഷേപ്പിലാക്കി എടുക്കുന്നത്. നല്ല കഠിനാധ്വാനവും ഉണ്ട്. അതുപോലെ തന്നെ 4-5 ചെടികൾ ഒരുമിച്ചിട്ടാണ് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ തിക്കായിട്ട് നിൽക്കത്തുള്ളൂ. ഇത് ഒരൊറ്റ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ തന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇതുപോലുള്ള ഒരു ആർട്ട് വർക്കുകൾ ചെയ്യുന്നത്. അതിലൊരാളാണ് ജസ്റ്റിൻ തോമസ് എന്ന സാറ്. മാൽപീജിയ, യുജീനിയ, ഗോൾഡൻ സൈപ്രസ് എന്ന ചെടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഈ ഓരോ ഷേപ്പിലായിട്ട് ചെയ്യുന്നത്. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വെൽക്കം എന്നൊക്കെ നമ്മൾ ചെടികളിലൊക്കെ എഴുതിയിരിക്കുന്നത്. അതും ഇതുപോലെ ചെയ്യുന്നതാണ്. LED ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള പോട്ട്സും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഗാർഡൻ സെറ്റ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ സാറിനെ ബന്ധപ്പെട്ടാൽ മതി. സാറ് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ഒലീവ് ട്രീസിൽ വേണമെങ്കിലും ഡിമാൻഡ് അനുസരിച്ച് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഇപ്പം ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന വീടുകളിൽ ഓരോരുത്തരും ഇപ്പോൾ പല ഷേപ്പിൽ പ്ലാന്റ്സ് ഓരോ ഷേപ്പിൽ പറയുന്ന അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ ഇതുപോലത്തെ വലിയ പോട്ടിൽ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നതാണ്. പലതരത്തിലുള്ള പോട്ട്സും ഇവിടെ ഈ ഒരു സെൻറ്ററിൽ വന്നു കഴിഞ്ഞ് ഈ ഒരു നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിൻ്റെ അകത്ത് നമ്പേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയോ സാറിനെ ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി.